നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ രാവിലെ 10-നും 10:30-ക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് എന്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം. ബാക്കി കൂടി പറയും മീനാക്ഷി. കല്യാണത്തിനും തുടർന്നുള്ള വിരുന്ന് സൽക്കാരത്തിനും കാലെ കൂട്ടി പങ്കെടുക്കാവുന്ന വ്യാമോഹം വേണ്ട. എന്തെങ്കിലും ഉടായ്പും കൊണ്ട് ആ പരിസരത്ത് വന്നേക്കരുത്. ഇത് മുൻകൂട്ടി അറിയിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വാ കാർത്തേട്ടാ. നിക്കടി എവിടെ? നീ എന്നെ ആക്ഷേപിച്ചിട്ട് ബഹുമിടിക്കായിട്ടങ്ങ് പോവോ? എന്റെ മാധുരിയുടെ മകളായി നീ എന്റെ മകളാ, അത് മറക്കണ്ട. നിന്നെ ഈ തറവാട്ടിൽ വാഴിച്ചിട്ടേ ഞാൻ പോകും. എനിക്ക് അങ്ങനത്തെ ഒരു തറവാടും വേണ്ട. അത് വേണോ വേണ്ടയോന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നീ കളിയാക്കിക്കൊണ്ട് എന്നെ കല്യാണം ക്ഷണിച്ചു. നീ ആരുടെ കല്യാണമാ നടത്താൻ പോകുന്നതെന്ന് അറിയാമോ? നിന്റെ അമ്മയെ കൊന്നുകളഞ്ഞ 2 പേരുടെ കല്യാണം. എന്റെ അമ്മ ആരും കൊന്നൊന്നും അല്ലല്ലോ. ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചതാ. അല്ല, നിന്റെ അമ്മയെ കൊന്നത് തന്നെയാ. നോ, ഐ എം ദ വിറ്റ്നസ്. ഞാൻ സാക്ഷിയ. ഞാൻ നോക്കി നിൽക്കുക എന്റെ അമ്മ താഴേക്ക് വീണ് മരിച്ചത്. ജയറാമിനും നന്ദിനിക്കും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മാധുരിയെ കൊന്നതാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് മടുത്തില്ലേ അമ്മായി? ചെമ്പകമംഗലത്തോടുള്ള ശത്രുത വെച്ച് എന്ത് അപവാദവും പറഞ്ഞു പരത്താമെന്ന് കരുതരുത്. അമ്മായി പലവട്ടം പലതരത്തിൽ ചെമ്പകമംഗലത്തുള്ള ഓരോരുത്തരെയും ഉപദ്രവിക്കുന്നു. ഒടുവിൽ എന്റെ അമ്മയെ അപായപ്പെടുത്താനുള്ള ശ്രമത്തിന് പിന്നിലും അമ്മായിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവസാനമായി ഞാൻ പറയുന്നു, കഴുകനെപ്പോലെ ചിറകടിച്ച് ചെമ്പകമംഗലത്തിന് മുകളിലൂടെ പറക്കരുത്. ചിറകും തലയും ഞാൻ വെട്ടിക്കളയും. വാ മീനാക്ഷി. മീനാക്ഷി നിൽക്ക്. നീ എന്തു പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. കാരണം ഒരമ്മയുടെ വാത്സല്യമാണ് എനിക്ക് എന്റെ മകളായ നിന്നോട്. നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഈ വല്യമ്മ ഇവരുടെയൊക്കെ ശത്രുവാവുന്നത്. നീ ഈ അമ്മയുടെ കൂടെ വരണം. ചെമ്പകമംഗലത്ത് അടുക്കളയിൽ കിടന്ന് നശിക്കാനുള്ളതല്ല നിന്റെ ജന്മം. നിന്റെ ലോകം വിശാലമാണ്. ആലോചിക്കേ. ഇപ്പൊ പൊയ്ക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.